എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി MSc ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിന് സാധാരണയായി ചോദിച്ചു വരുന്ന കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ തിയറിയും അതിന്റെ ഡിസൈനിങ്ങും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്താണ് എന്ന് വളരെ ഷോർട്ടായിട്ട് പറയാം. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഈസ് എ സർക്യൂട്ട് that amplifies the voltage of an input signal. അതായത് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെയാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ അതിന്റെ വോൾട്ടേജ് എന്താണോ അത് ഒരു പർട്ടിക്കുലർ ടൈംസ് ഇൻക്രീസ് ചെയ്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് തരുന്നത്. ആ ഒരു എത്ര തവണയാണ് എന്തുമാത്രം ആംപ്ലിഫിക്കേഷൻ നടന്നു നമുക്ക് കാണിക്കുന്ന ഫാക്ടറാണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, വിച്ച് ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് V0/V. അപ്പം ഇതിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ എത്രമാത്രം ആംപ്ലിഫിക്കേഷൻ തരുന്നു എന്ന് നമുക്ക് ഈ ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു രണ്ട് സർക്യൂട്ടാണ് നമുക്കിവിടെ ഉള്ളത് ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ. അതിൽ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻപുട്ട് സർക്യൂട്ടാണ്. അതുപോലെ മറ്റൊരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്പുട്ട് സർക്യൂട്ടാണ്. സോ ഇൻപുട്ട് സർക്യൂട്ട് ഹാസ് ലോവർ ഇംപീഡൻസ് കമ്പയർഡ് ടു ദ ഔട്ട്പുട്ട് സർക്യൂട്ട്. അപ്പം ഒരു ഇൻപുട്ട് ലോവർ ഇംപീഡൻസ് ഉള്ള ഇൻപുട്ട് സർക്യൂട്ടിൽ നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ട്രാൻസിസ്റ്റർ ആക്ഷൻ കാരണം കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും. കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വോൾട്ടേജ് കളക്ടറിൽ ഡ്രോപ്പ് ആകും. അതായത് കളക്ടർ റെസിസ്റ്റൻസ് RCക്ക് അക്രോസ് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ആകും. ആ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഇറ്റ് വിൽ ബി ദ ആംപ്ലിഫൈഡ് വോൾട്ടേജ്. സോ ഒരു വോൾട്ടേജ് നമ്മൾ ഇങ്ങനൊരു വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കളക്ടറിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു വോൾട്ടേജിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ആകും. അപ്പൊ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ആകും. അതേപോലെ റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങനെ ആയിരിക്കും ഡ്രോപ്പ് ആകും. സോ this gives the amplified voltage. അത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. സോ അത് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ റോബർട്ട് ബോയിൽസ്റ്റഡിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന ബുക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ VK മെഹത്ത റെഫർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. CE ആംപ്ലിഫയർ നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് തരുന്ന CE ആംപ്ലിഫയർ ആണ് നമുക്ക് CE ആംപ്ലിഫയറിന്റെ സർക്യൂട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ആ സർക്യൂട്ട് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അതേപോലെ എമിറ്ററിലും കളക്ടറിലും ഓരോ റെസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ബയസിങ് റെസിസ്റ്റേഴ്സ് ആയിട്ട് R1ഉം R2ഉം ഉണ്ട്. പിന്നെ ഇൻപുട്ട് കപ്പാസിറ്റൻസും ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും അതുപോലെ എമിറ്റർ കപ്പാസിറ്റൻസും ഉണ്ട്. ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. അപ്പം ഇതിലെ എല്ലാ കമ്പോണൻസിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട് ഡിസൈനിങ് ആണ്. അതായത് ഒരു പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഒരു CE ആംപ്ലിഫയർ കൺസ്ട്രക്ട് ചെയ്യാം, അത് എങ്ങനെ സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഈ ട്രാൻസിസ്റ്ററിൽ എത്ര വോൾട്ട്. അതിനു മുൻപ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ VCC സെലക്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നതെല്ലാം VCC ഈക്വൽ ടു 12 വോൾട്ടിന്റെ പവർ സപ്ലൈ ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അവർ പവർ സപ്ലൈ ഈസ് 12 വോൾട്ട് പവർ സപ്ലൈ. സോ VCC ഈക്വൽ ടു 12 വോൾട്ടേജ് 12 വോൾട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ എത്രയാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ BC107 ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ വിൽ ബി റേഞ്ച്ഡ് ഫ്രം 125 to 500. അതായത് 125ന്റെയും 500ന്റെയും ഇടയ്ക്കായിരിക്കും
ഒരു BC107 ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ വരുന്നത്. സോ ഈ 125ന്റെയും 500ന്റെയും ഇടയിൽ ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. അത് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബീറ്റ ഈക്വൽ ടു അല്ലെങ്കിൽ HFE എന്നാണ് ട്രാൻസിസ്റ്ററിന്റെ ഡേറ്റ ഷീറ്റിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈക്വൽ ടു 200 നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഡേറ്റ ഷീറ്റിൽ പറയുന്ന ടെസ്റ്റ് കണ്ടീഷനാണ് IC ഈക്വൽ ടു 2 മില്ലി ആംപിയർ. അതായത് 2 മില്ലി ആംപിയറിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ബീറ്റ ഈക്വൽ ടു 200 ആണെന്ന് ഡേറ്റ ഷീറ്റ് എഴുതിയിരിക്കുന്നു. സോ ഹിയർ വി ഓൾസോ ചൂസ് IC ഈക്വൽ ടു 2 മില്ലി ആംപിയർ. നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ IC 2 മില്ലി ആംപിയർ ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നതിന്റെ എക്സ്പ്രഷൻ അറിയാം. ബീറ്റ ഈക്വൽ ടു എന്താണ്? IC ബൈ IB. സോ വിച്ച് മീൻസ് IB ഈക്വൽ ടു IC ബൈ ബീറ്റ. സോ IC ബൈ ബീറ്റ നമുക്ക് അറിയാം, IC അറിയാം, ബീറ്റ അറിയാം. IC ഈക്വൽ ടു 2 മില്ലി ആംപിയർ ആണ്, ബീറ്റ ഈക്വൽ ടു 200 ആണ്. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 മില്ലി ആംപിയർ ഡിവൈഡഡ് ബൈ 200 വിച്ച് ഇസ് ഈക്വൽ ടു 10 മൈക്രോ ആംപിയർ ആയിരിക്കും നമുക്ക് കിട്ടുക. 2 മില്ലി ആംപിയർ divided by 200 is equal to 10 മൈക്രോ ആംപിയർ. 10 മൈക്രോ ആംപിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം BC ഈക്വൽ ടു IB ഈക്വൽ ടു 10 മൈക്രോ ആംപിയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ആദ്യമേ നമുക്ക് അറിയാം. സോ ഇനി നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഈ ട്രാൻസിസ്റ്ററിന്റെ വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ഒരു ലോഡ് ലൈൻ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഡ് ലൈൻ അനാലിസിസ് എന്ന് പറയുന്നത് അതിന്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇക്വേഷന്റെ ഒരു പ്ലോട്ടാണ്. വിച്ച് ഇസ് VCE ഈക്വൽ ടു VCC മൈനസ് ICRC എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഒരു പ്ലോട്ട് ആണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അത് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. It has an y intercept at VCC by RC and x intercept at VCC. അപ്പോൾ ഈ ലോഡ് ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ ക്വിസന്റ് പോയിന്റ് ഓർ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂ പോയിന്റ് എവിടെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ. വിച്ച് മീൻസ് ക്യൂ പോയിന്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ICയുടെയും VCEയുടെയും വാല്യൂ, ആ ക്യൂ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ICയുടെയും VCEയുടെയും വാല്യൂ അനുസരിച്ചിരിക്കും നമ്മുടെ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ. അപ്പം ആ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതേപോലെ ലോഡ് ലൈനിന്റെ എൻഡ് ഭാഗത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സിഗ്നലിന്റെ ഒരു പർട്ടിക്കുലർ ഭാഗം കട്ടായി പോകുന്നതാണ്. അപ്പൊ അങ്ങനെ സിഗ്നലിന്റെ ഒരു ഭാഗം കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കത്തില്ല. സോ ഫെയ്ത്ത്ഫുൾ അതേപോലെ ഈ ലോഡ് ലൈനിന്റെ മേളിലാണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും എന്നും നമുക്കറിയാം. ലോഡ് ലൈനിന്റെ മേളിലാണ് ക്യൂ പോയിന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പർ എഡ്ജും കട്ടായി പോകുന്നതായിട്ട് കാണാം. സോ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടത്തില്ല. അപ്പം ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യൂ പോയിന്റ് എപ്പോഴും ഈ ലോഡ് ലൈനിന്റെ നടുക്കായിരിക്കണം. വിച്ച് മീൻസ് ദ VCE വോൾട്ടേജ് ഇസ് ഹാഫ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. VCCയുടെ പകുതി ആയിരിക്കണം VCE, അല്ലെങ്കിൽ 50% ആയിരിക്കണം VCE. VCCയുടെ 50% ആയിരിക്കണം VCE. എന്നാൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. സോ ദ കണ്ടീഷൻ ഈസ് VCE ഈക്വൽ ടു 50% ഓഫ് VCC. സോ VCCയുടെ 50% നമുക്ക് അറിയാം. VCC 12 ആണ്. 12ന്റെ 50% എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് ആണ്. സോ VCE ഈക്വൽ ടു 6 വോൾട്ട്. അതേപോലെ നമുക്ക് REക്ക് അക്രോസ് ആയിട്ട് എപ്പോഴും കുറവ് വോൾട്ടേജ് ഡ്രോപ്പ് ആകത്തുള്ളൂ എന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. കാരണം RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഈ ഇൻപുട്ട് സിഗ്നലിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണ്. അതായത് ഇൻപുട്ട് സിഗ്നലിന്റെ
ഇൻപുട്ട് സിഗ്നൽ ഡ്രോപ്പ് ആയി പോകുന്നതാണ് എമിറ്റർ റെസിസ്റ്റൻസിന് അക്രോസ്. സോ എമിറ്റർ റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കണം. അതായത് 10% VCC മാത്രമേ REക്ക് അക്രോസ് വരാൻ പാടുള്ളൂ. ഇപ്പം VCC നമുക്കറിയാം 12 വോൾട്ട് ആണ്. അതിന്റെ 10% ഈസ് ഈക്വൽ ടു 1.2 വോൾട്ട്. അതുപോലെ ഇത് 50% VCC, VRE 10% VCC ആണെങ്കിൽ we know the voltage drop across RC, which is VRC, should be VRC equal to 40% of VCC. So VCC നമുക്കറിയാം 12 വോൾട്ട് ആണ്. അപ്പൊ 12 വോൾട്ടിന്റെ 40% മീൻസ് it should be 4.8 വോൾട്ട്. സോ ഈ ഒരു ബ്രാഞ്ചിലെ വോൾട്ടേജസ് നമുക്ക് അറിയാം. VCE ഈക്വൽ ടു 6 വോൾട്ട് ആണ്. VRE ഈക്വൽ ടു 1.2 വോൾട്ട് ആണ്. VRC ഈക്വൽ ടു 4.8 വോൾട്ട് ആണ്. സോ IC നമുക്കറിയാം. IC നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. IC ഈക്വൽ ടു 2 മില്ലി ആംപിയർ. We know VRC equal to 4.8. So ഇതിൽ നിന്ന് നമുക്ക് ഓംസ് ലോ അനുസരിച്ച് RC equal to VRC by IC എന്ന് കിട്ടും, which is equal to VRC 4.8 divided by 2 into 10 raised to minus 3. 4.8 divided by 2 into ഇത് ഓംസ് ലോ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്ന് അറിയാം. ഇതെന്ന് പറയുന്നത് വിച്ച് ഈസ് 2.4 കിലോ ഓം. 2.4 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് പക്ഷെ നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനടുത്ത് കിടക്കുന്നത് 2.2 കിലോ ഓമിന്റെ റെസിസ്റ്റൻസ് ആണ്. സോ വി ചൂസ് 2.2 കിലോ ഓം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് instead of 2.4 kilo ohm. So we have determined the value of the collector resistance RC. So next ഇതേപോലെ നമുക്ക് RE യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. because we know IC is IE collector emitter current is approximately equal to collector current, which is also 2 milliamp. അതായത് എമിറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞ കളക്ടറിലെ കറണ്ട് കംപ്ലീറ്റ്ലി എമിറ്ററിൽ ഫ്ലോ ചെയ്യും. ബേസിൽ കൂടെ അത്രയും കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. സോ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് IEയും 2 മില്ലി ആംപിയർ ആയിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് VRE equal to 1.2 വോൾട്ട്. സോ യൂസിങ് ദിസ് ഇക്വേഷൻ RE equal to VRE divided by IE. So thus we can find 1.2 divided by 2 into 10 raised to minus 3. സോ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓംസ് ലോ വെച്ച് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ we get this value as 600 ohm. 600 kilo ohms, 600 ohm കിട്ടും. ബട്ട് 600 ohmന്റെ റെസിസ്റ്റൻസ് നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല. സോ അപ്രോക്സിമേറ്റ്ലി we choose 680 ohm instead of 600 ohm, which is the standard resistance available in the market. So RC and RE നമ്മൾ കണ്ടുപിടിച്ചു. RC is equal to we know 2.2 kilo ohm and RE equal to 680 ohm. So next we have the voltage divider network. ഇതിൽ R1ഉം R2ഉം ചേരുന്ന ഈ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന തരത്തിൽ ഈ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ R1 R2 അടങ്ങുന്ന ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിന്റെ ജോലി. അല്ലെങ്കിൽ ഈ ബയസിങ്ങിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ബയസിംഗ് ഉണ്ട്. കളക്ടർ ഫീഡ്ബാക്ക് ഉണ്ട്, ബേസ് റെസിസ്റ്റർ ബയസിംഗ് ഉണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയസിംഗ് ആർ ദർ, ബട്ട് ദ മോസ്റ്റ് സ്റ്റേബിൾ ബയസിംഗ് ഈസ് ദ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ്. സോ അതുകൊണ്ട് നമ്മൾ
വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം തെർമൽ എഫിഷ്യൻസിയും അതേപോലെ അതിന്റെ ബാക്കി സ്റ്റെബിലൈസേഷനും എല്ലാം നമ്മൾ നോക്കി കഴിയുമ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഈ R1ഉം R2ഉം അടങ്ങുന്ന ഈ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So we have to determine the value of R1 and R2 that is to be used in this circuit. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ R1നും R2നും കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരിക്കലും ഈ ബേസ് കറണ്ട് ആകാൻ പാടില്ല. അതായത് ബേസ് കറണ്ട് മൊത്തം R1നും R2നും അക്രോസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ട്രാൻസിസ്റ്ററിലെ ആവശ്യത്തിന് വേണ്ട, അതായത് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നതിന് ആവശ്യമുള്ള ബേസ് കറണ്ട് കിട്ടത്തില്ല. സോ അതിനാവശ്യമുള്ള ബേസ് കറണ്ട് കിട്ടാതിരിക്കാനുള്ള ആ ഒരു സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും R1നും R2നും കൂടെ IB അധികം, R1നും R2നും കൂടെ ഫ്ലോ ഈ R1ന്റെ R2നെയും ഈ IB എന്ന് പറഞ്ഞ കറണ്ട് ലോഡ് ചെയ്യാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ നെറ്റ്വർക്കിൽ നിന്ന് ഇങ്ങോട്ടേ കറണ്ട് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാവും. ആ രീതിയിൽ നമ്മൾ ഇതിനെ ബയസ് ചെയ്യേണ്ടതാണ്. സോ ഫോർ ദാറ്റ് നമ്മൾ എടുക്കുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്, കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 which is V1 is 10 IB. കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 V1 is 10 IB. അതേപോലെ V2 is current through R2. Sorry, V1 അല്ല, current through R1 is 10 IB and current through R2 is 9 IB. ഈ ഒരു ഇത് നമ്മൾ എടുക്കുന്ന എന്തിനാണ്? ഈ ട്രാൻസിസ്റ്ററിലെ കറണ്ട് വോൾട്ടേജ് ഡിവൈഡറിനെ ലോഡ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വോൾട്ടേജ് ഡിവൈഡറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് VCCയിൽ നിന്നുള്ള കറണ്ട് ആയിരിക്കണം, ട്രാൻസിസ്റ്ററിൽ കൂടെ ഉള്ള കറണ്ട് ആയിരിക്കരുത്. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 10 IB ഇത് ഈ ഒരു നെറ്റ്വർക്കിൽ കൂടെ 10 IB ഫ്ലോ ചെയ്ത് 10 IB ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുകയും അതേപോലെ 9 IB ഇതിൽ ഫ്ലോ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ we get IB flowing to the base. സോ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൺവെൻഷൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 is 10 IB and current flowing through R2 is 9 IB എന്ന് പറഞ്ഞ കൺവെൻഷൻ എടുക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബയസിങ് പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. അതേപോലെ നമ്മൾ ഈ സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും അതേപോലെ ഈ ഒരു ബ്രാഞ്ചും രണ്ടും പാരലൽ കണക്ഷൻ ആണ്. അതായത് R2വിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടോ അത്രയും വോൾട്ടേജ് ഈ ഒരു ബ്രാഞ്ചിലും വരണം. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിൽ നമുക്കറിയാം ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള VBE എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത VRE എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ട്. So when we add VBE and VRE, we should get the voltage V1 which is across the resistor, V2 which is across the resistor R2. So ഇങ്ങനെ കിട്ടണം, കാരണം because this is the property of parallel connection. അപ്പം ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? V2 is equal to VBE plus VRE. So we already know ഒരു സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് BC107. For a silicon transistor, base emitter voltage is 0.7 volt, and we have already determined VRE which is equal to 1.2 volt. So upon adding 0.7 with 1.2 volt, we get 1.9 volt. So 1.9 volt ആയിരിക്കും P2. പിന്നെ നമുക്കറിയാം R2വിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 9 IB ആണെന്ന് നമുക്ക് അറിയാം. സോ വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ we can find R2 which is V2 divided by 9 IB. So which is V2, we know 1.9 volt divided by 9 into
IB നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 10 മൈക്രോ ആംപിയർ ആണ്. 10 × 10⁻⁻⁶. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് this will be 21.1 kilo ohm ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ബട്ട് we won't get the resistance for 21 kilo ohm. 21 kilo ohmന്റെ റെസിസ്റ്റൻസ് കിട്ടാത്തതുകൊണ്ട് we approximate it with 22 kilo ohm. 22 kilo ohmന്റെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം VCC ആണ് അപ്ലൈഡ് വോൾട്ടേജ് എങ്കിൽ അതിൽ V1 വോൾട്ടേജ് R1 അക്രോസും V2 വോൾട്ടേജ് R2 അക്രോസും ഡ്രോപ്പ് ആകും. അതായത് V1 ഉം V2 കൂടെ കൂട്ടിക്കഴിഞ്ഞ് എന്ത് കിട്ടണം? VCC കിട്ടണം. സോ ആ ഒരു ഐഡിയ വെച്ച് നോക്കിക്കഴിയുമ്പോൾ we can write V1 plus V2 equal to VCC or V1 equal to VCC minus V2. So VCC equal to 12 volt ആണെന്ന് അറിയാം. V2 is equal to 1.9 volt ആണെന്ന് അറിയാം. ഇപ്പൊ 12 വോൾട്ടിൽ നിന്ന് 1.9 വോൾട്ട് കുറയ്ക്കുമ്പോൾ we get 10.1 വോൾട്ട്. പിന്നെ നമുക്കറിയാം R1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 10 IB ആണ്. So thus we can calculate R1 equal to 10.1 divided by 10 into 10⁻⁻⁶. അങ്ങനെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ we get the value of this resistance as 101 kilo ohm. But നമുക്ക് 101 kilo ohmന്റെ റെസിസ്റ്റൻസ് കിട്ടത്തില്ല. So we approximately use the nearest standard resistance which is 100 kilo ohm. So 100 kilo ohmന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ R1ന് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ R1 equal to 100 kilo ohm കിട്ടി. R2 equal to 22 kilo ohm കിട്ടി. സോ നെക്സ്റ്റ് നമുക്ക് RL എന്ന് പറഞ്ഞ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ബൈ തിയറി വിനോ നമ്മൾ ഓൾറെഡി അതിന്റെ തിയറി നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. RL എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിയാണ് which is AV equal to minus RC parallel RE. ഇത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. RE എന്ന് പറയുന്നത് ഈ ഒരു എമിറ്റർ ജംഗ്ഷന്റെ ആ ഒരു റെസിസ്റ്റൻസ് ആണ് RE എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് RL equal to AV RC by RE minus 1. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചത് we can calculate the value RE minus AV. ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് നമുക്ക് RL കണ്ടുപിടിക്കാം. തെർമൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഷോർട്ട് കീ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് RE equal to 25 milli volt 25 milliampere 25 millivolt divided by IE which is equal to 12.1 ohm. IE നമുക്കറിയാം ഓൾറെഡി IE 2 millivolt ആണ്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 12.1 ohm ആണ് RE ആയിട്ട് കിട്ടുന്നത്. RCയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. RC equal to എത്രയാണ്? RC which is equal to 2.2 kilo ohm. So 2.2 into 10⁻³ into AV നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ നമ്മുടെ സർക്യൂട്ടിന് ചൂസ് ചെയ്യുന്ന AV എന്ന് പറയുന്നത് 80 ആണ്. We choose AV equal to 80. AV 80 ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ 2.2 into 10³ by 12.1 മൈനസ് 8. ഈ REയുടെ ഇത് ഷോർട്ട് കീ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഡയോഡിന്റെ ഇക്വേഷൻ ഉണ്ട്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. സോ ഇത് 12.1 ആണ് ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ
എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ RL ആസ് 1.71 കിലോ ഓം, വിച്ച് ഈസ് അതിന്റെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ നിയറസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 2.2 കിലോ ഓം ആണ് എടുക്കുന്നത്. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പൊ ഇതാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം RL ഈക്വൽ ടു വി ഡിറ്റർമിൻ RL ഈക്വൽ ടു 2 കിലോ 2.2 കിലോ ഓം ആണ് നമ്മളിവിടെ എടുക്കുന്ന RLന്റെ വാല്യൂ. സോ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ റെസിസ്റ്ററിന്റെയും നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഉണ്ട്, ആൻഡ് വി ഹാവ് എൻ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഇതിൽ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ആണ് ഈ സർക്യൂട്ടിന്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ വി ഷുഡ് ഡിസൈൻ ദ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ സച്ച് ദാറ്റ് ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദിസ് ആംപ്ലിഫയർ ഈസ് 500 Hz. നമ്മൾ 500 Hz ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്ന രീതിയിലാണ് നമ്മൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ എമിറ്റർ കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു RE ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തരികയും സിഗ്നൽ വോൾട്ടേജിനെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, AC സിഗ്നലിനെ നമ്മൾ കടത്തിവിടാൻ വേണ്ടി ACക്ക് അനുയോജ്യമായ ഒരു കപ്പാസിറ്റൻസ് പാത്ത്, ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ആയിട്ടാണ് CE ഉപയോഗിക്കുന്നത്. അതായത് RE കൂടെ പോകേണ്ട AC സിഗ്നലിനെ നമ്മൾ CE എന്ന് പറഞ്ഞ കപ്പാസിറ്ററിൽ കൂടെ ബൈപ്പാസ് ചെയ്ത് കടത്തി വിടുന്നു. അതിനായിട്ടാണ് നമ്മൾ CE എന്ന് പറഞ്ഞ ആ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ CE ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സർക്യൂട്ടിന്റെ അനാലിസിസ് നമ്മളുടെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് the expression we have studied is HIE equal to, അതായത് ഇൻപുട്ട് ഇംപീഡൻസ് ഈക്വൽ ടു HIE ഈക്വൽ ടു വൺ പ്ലസ് HFP ഇൻറ്റു XCE. XCE എന്ന് പറയുന്നത് നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് XCE ഈക്വൽ ടു HIE, അതായത് ഇൻപുട്ട് ഇംപീഡൻസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് HFE. ഇങ്ങനെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. ഇതിൽ HIEയുടെ വാല്യൂ HFPയുടെ വാല്യൂ ഒക്കെ നമുക്കറിയാം. HIEയുടെ വാല്യൂ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്ററിന്റെ ഡേറ്റ ഷീറ്റിൽ നമുക്ക് HIEയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഫ്രം ദ ഡേറ്റ ഷീറ്റ് HIE ഈസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു 1000. HIE 1000 ഓം ആണെന്ന് നമുക്ക് ഡേറ്റ ഷീറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. പ്ലസ് നമ്മൾ 1 പ്ലസ് 200 ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.97 ഓം ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത്. സോ നമുക്ക് അതേപോലെ അറിയാം XCE, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു 1/2 pi FL into CE. FL നമ്മൾ പറഞ്ഞു we are designing for FL equal to 500 Hz, and we have already found XCE equal to 4.97 volt. Thus CE equal to 1/2 pi into 500 Hz into XCE, which is 4.97. സോ ഇത് നമ്മൾ 97, ഇത് നമ്മൾ 4.97, ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 64 മൈക്രോ ഫാരഡ് ആണ് കിട്ടുന്നത്. ബട്ട് 64 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റി നമുക്ക് മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് വി അപ്രോക്സിമേറ്റ്ലി യൂസ് 47 മൈക്രോ ഫാരഡ്, വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് വാല്യൂ, ഇൻസ്റ്റെഡ് ഓഫ് 64 മൈക്രോ ഫാരഡ്. സോ
സിഇയുടെ വാല്യൂ എന്ന് പറയുന്നത് is 47 മൈക്രോ ഫാരഡ്. കാരണം 47 മൈക്രോ ഫാരഡിന്റെ വാല്യൂ കപ്പാസിറ്റർ മാത്രമേ നമുക്ക് വാങ്ങാൻ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് വി ഹാവ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ എന്ന് പറയാറുണ്ട്. ഈ കപ്പാസിറ്റേഴ്സിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിലും ഡി സി ആയിട്ട് നമ്മൾ ബയസ് ചെയ്യാൻ കൊടുക്കുന്ന കറണ്ടും തമ്മിൽ മിക്സ് ചെയ്യാതെ നോക്കണം. നമുക്കറിയാം കപ്പാസിറ്റർ എപ്പോഴും എ സിയെ മാത്രമേ കടത്തി വിടത്തുള്ളൂ. അപ്പൊ ഈ ഡി സി സിഗ്നലും എ സിയും കൂടെ ഇവിടെ മിക്സ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ സി ഇൻ എന്ന് പറഞ്ഞ സി ഔട്ട് എന്ന് പറഞ്ഞു രണ്ട് ഫിൽറ്റർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കുഴപ്പമുണ്ട്, കപ്പാസിറ്റേഴ്സ് ഓഫർ എ റെസിസ്റ്റൻസ് ഫോർ എ സി വിച്ച് ഈസ് നോൺ ആസ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ്. അപ്പം ഇൻപുട്ട് കപ്പാസിറ്റൻസിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് എക്സ് സി എന്ന് പറയുന്നത്. ഇപ്പോഴും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ കൂടുതൽ എ സി ഡ്രോപ്പ് ആകും. അപ്പം വി ടേക്ക് ഇറ്റ് ആസ് ദ കൺവെൻഷൻ എക്സ് സി ഇൻ ഈസ് ഇസഡ് ഇൻപുട്ട് ഇംപീഡൻസ് ഡിവൈഡഡ് ബൈ 10-നേക്കാട്ടിലും എക്സ് സീൻ കുറവായിരിക്കണം. അതിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൊടുക്കുന്ന എ സി സിഗ്നലിന്റെ ഒരു പർട്ടിക്കുലർ പാർട്ട് വിൽ ബി ലോസ്ഡ് അക്രോസ് ദ കപ്പാസിറ്റൻസ് എക്സ്. ഇസഡ് ഇൻ നമ്മൾ ഇതിന്റെ എ സി ഇക്വലന്റ് സർക്യൂട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇസഡ് ഇൻ ഈക്വൽ ടു R1 പാരലൽ R2 പാരലൽ ബീറ്റ RE. സോ ബൈ 10-നേക്കാട്ടിലും എക്സ് സീൻ കുറവായിരിക്കണം. Upon substituting this, we get this to be less than 220 ohm. 220 ഓമിനേക്കാളിലും കുറവായിരിക്കണം. ബിക്കോസ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇത് 2.2 into 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഇത് 220 ഓം ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സി ഇൻ ഈക്വൽ ടു 1/2 പൈ FL എക്സ് സി ഇൻ. സോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ FL 100 ആണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സ് സി ഇൻ എന്ന് പറയുന്ന 220 ആണ്. ആൻഡ് അപ്പോൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് വി ഗെറ്റ് 1.4 മൈക്രോ ഫാരഡ്. പക്ഷെ 1.4 മൈക്രോ ഫാരഡിന്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് വി യൂസ് 1 മൈക്രോ ഫാരഡ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് കപ്പാസിറ്റർ ഇൻസ്റ്റെഡ് ഓഫ് 1.4 മൈക്രോ ഫാരഡ്. Similarly, we can design output capacitance also in the same way, which is Z out divided by, it should be less than, X out should be less than, or impedance of the output capacitance. Capacitive reactance of the output capacitance should be less than the impedance divided by 10. അപ്പോൾ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ Z out എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു RC ആണ്. ബിക്കോസ് നമ്മൾ ആദ്യമേ പറഞ്ഞു വർക്കിങ്ങിൽ RC അക്രോസ് ആണ് ആംപ്ലിഫൈഡ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി ടേക്ക് Z out is approximately equal to RC. We get Z out equal to RC divided Z out by 10 വരെ നമുക്ക് RC by 10 ചെയ്താൽ മതി. അപ്പൊ RC നമ്മൾ ഓൾറെഡി RC ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.2 കിലോ ഓം ആണ്. 2.2 into 10 ക്യൂബ് divided by 10 we get 220 ohm. So അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ C out using this capacitive reactance we get C out equal to 1/2 pi FL X C out. X out and X C out. ഇത് നമുക്ക് കിട്ടും 1/2 pi into 500 ആണെന്ന് നമ്മൾ പറഞ്ഞു. into X out is 220, and upon solving this we get 1.4 microfarad. But 1.4 microfarad ഇല്ലാത്തതുകൊണ്ട് we take 1 microfarad standard value instead of 1.4 microfarad. So നമ്മൾ ഈ സർക്യൂട്ടിലെ കപ്പാസിറ്റൻസും കണ്ടുപിടിച്ചിരിക്കുകയാണ്. C out 1 മൈക്രോഫാരഡ് ആണ്, C in 1 മൈക്രോഫാരഡ്. അപ്പൊ ഇനി ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ, ഒരു കോമൺ എമിറ്റർ വോൾട്ടേജ് ആംപ്ലിഫയർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ
സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഈ CE ആംപ്ലിഫയറിന്റെ ഡിസൈൻ. അപ്പം ഈ ഏതെങ്കിലും പാർട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ വീഡിയോ ഒന്നും കൂടെ കാണുക, കണ്ടു നോക്കുക. ബെസ്റ്റ് വിഷസ്.